ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ സിഎയെ പറ്റി പൌരത്വ ഭേദഗതി നിയമത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിലെ ജനങ്ങളെ സ്ഥിരമായിട്ട് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രകടിതമായ രൂപമാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ വ്യക്തമാക്കപ്പെട്ടത്. ഞങ്ങളിത് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിലപാടില്ല, നയമില്ല. അഖിലേന്ത്യാ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ രാവിലെ പറയാം പ്രതികരണം എന്ന് പറഞ്ഞു. പിന്നെ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അവിടെ പരിപാടിയുടെ സമാപനം കഴിഞ്ഞ മാസം 17 നടന്നപ്പോൾ അതിലുൾപ്പെടെ ഒരു കാര്യവും പൌരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ കൂട്ടാക്കിയില്ല. ഇവിടെ വയനാട് വന്നപ്പോഴും അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം സിഎയുടെ നിലപാടെന്താണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കിയില്ല. ഇപ്പോൾ വ്യക്തമായി കോൺഗ്രസിന്റെ അജണ്ടയിൽ പൌരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ റദ്ദാക്കൽ മാത്രമല്ല ഒരു കാര്യവും അവരുടെ മുമ്പിൽ ഇല്ല എന്നുള്ളത് പരസ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അല്ലെങ്കിൽ അതിന്റെ വാർത്ത കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ എത്തിയിട്ട ഒരു ദിവസമാണ് ഇന്ന്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. എസ്ഡിപിഐയുടെ വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് പച്ചയായിട്ട് കെപിസിസി പ്രസിഡന്റ് പറഞ്ഞ വാർത്ത വന്ന ദിവസം കൂടിയാണ്. പ്രതിപക്ഷ നേതാവും ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന എം ഹസനും ചേർന്ന് പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ വരാൻ സാധ്യതയുള്ള അപകടത്തെ മനസ്സിലാക്കി അവർ കൊടി ഉപേക്ഷിച്ചതുപോലെ തന്നെ ഈ എസ്ഡിപിഐയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന രീതിയിൽ പറഞ്ഞെങ്കിലും അപ്പോഴും പറഞ്ഞു വോട്ട് വേണം എന്ന്. കെപിസിസി പ്രസിഡന്റ് യാതൊരു മറയില്ലാതെ പറഞ്ഞു എസ്ഡിപി ഉൾപ്പെടെയുള്ളവരുടെ എല്ലാം വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് വേണ്ടണം എന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രഹസ്യ അജണ്ട അവർ കൈകാര്യം ചെയ്യുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് ഓരോ ദിവസം കഴിയുന്നതോറും വ്യക്തമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്നലെ ഈ പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാഫി പറമ്പിലിന്റെ ഒരു ആരോപണം സിപിഎം വലിയ അക്രമത്തിന് ഗൂഢാലോചന നടത്തി അതിന്റെ ഷാഫി പറമ്പിലിന്റെ ഷൂട്ടിംഗിലല്ലോ സന്ദേശയാത്ര അവിടെ നടത്തുന്നു. അതാ ഞാൻ പറഞ്ഞത്. സന്ദേശയാത്ര നടത്തി അതിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് സ്റ്റണ്ടാണ്. ഞങ്ങൾ കൃത്യമായിട്ടൊരു നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അത് 22ാം പാർട്ടി കോൺഗ്രസ് 23 കഴിഞ്ഞ് 24ാം പാർട്ടി കോൺഗ്രസ്സാണ് ഇനി പോകേണ്ടത്. 22ാം പാർട്ടി കോൺഗ്രസ് തൃശൂരിൽ സമാപിച്ചപ്പോൾ ആ സമാപന സമ്മേളനത്തിൽ സിപിഐഎമ്മിന്റെ അന്നത്തെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പരസ്യമായിട്ട് ജനങ്ങളോട് പറഞ്ഞു ഒരക്രമ സംഭവത്തിനും ഞങ്ങൾ മുൻകൈയെടുക്കില്ല. മാത്രമല്ല ഞങ്ങളുടെ പാർട്ടി സഖാക്കൾ ഉൾപ്പെടെ വകവരുത്തുന്ന സ്ഥിതി കേരളത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും അതിനെതിരായ ഒരു ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവം പോലും നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പരസ്യമായിട്ട് ഞങ്ങൾ പറഞ്ഞതാണ്. പിന്നെ ഷാഫി പറമ്പിൽ ഇപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നടക്കുകയാണ്. ഞങ്ങൾ സമാധാനപരം അതിനുശേഷം നടന്ന കൊലപാതകങ്ങളുണ്ടായല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാവുന്നു. അതൊക്കെ ആരെല്ലാം ഒപ്പം നിന്നിട്ടുണ്ടാവും ആളുകൾ. നിങ്ങളെല്ലാം ഒപ്പം നമ്മളെല്ലാം നിൽക്കുന്നില്ല. നിങ്ങളെല്ലാം എന്താകുന്ന ആയിക്കറിയാം ഇല്ലേ? നിൽക്കുന്നില്ല. ഞങ്ങളെല്ലാം പൂർണ്ണമായിട്ടില്ല. ഒരു ബന്ധമില്ല. പാർട്ടി കൃത്യമായിട്ട് തള്ളി പറഞ്ഞാണ്. പാർട്ടി സഖാക്കളെ അടിച്ച കേസിലെ പ്രതികളാണ്. പാർട്ടി സഖാക്കളെ തന്നെ മർദ്ദിച്ച കേസിലെ കോടതിയിൽ ഇപ്പോഴും നിലവിൽ കേസുണ്ട്. അപ്പോൾ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലാതെ മാത്രമല്ല പാർട്ടി മുമ്പേ തന്നെ, ഇപ്പോഴൊന്നുമല്ല, മുമ്പേ തന്നെ തള്ളിപ്പറയുകയും പാർട്ടി സഖാക്കളെ തന്നെ കടന്നാക്രമിക്കുന്ന നില സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സൈസ് വിഭാഗമാണ്. അവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. അല്ലെ പാർട്ടി ആയുസ് ഉണ്ടാക്കേണ്ട എന്ത് കാര്യമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഒക്കെ തെറ്റായ പ്രചാരവേലയാണ്. അതിനൊന്നും ജനങ്ങളിൽ നിന്ന് യേശില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം ഞങ്ങൾ ഒരു സമാധാനത്തിൽ നിന്ന് വ്യത്യസ്തമായ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന ഒരു കാര്യവും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവരുത് എന്ന് നിശ്ചയദാർഢ്യത്തോടുകൂടി തീരുമാനിക്കുകയും അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുകയാണ്. പിന്നെ ബാക്കി പറയുന്ന കാര്യങ്ങൾക്കൊന്നും മറുപടിയുടെ യാതൊരു കാര്യമില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതിജീവിതത്തിനൊപ്പം നിന്ന നേഴ്സിനെ തിരിച്ചെടുക്കുന്നതിൽ ആരോടൊക്കെയാണ് നിന്നിട്ടുള്ളതൊന്നും പറയാൻ സാധിക്കില്ല. വേക്കൻസി വരുമ്പോൾ തിരിച്ചെടുക്കണം എന്നാണ് ഇന്നത്തെ പത്രത്തിൽ കാണുന്നത്. വേക്കൻസി വരുമ്പോൾ തിരിച്ചെടുക്കും തന്നെയാണ് അവർ പറയുന്നത്. അധികൃതരോട് ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അതിലെ വേറെ ആരോപണങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഏത് ഷിബു ബേബി ജോൺ എന്നല്ല പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കൊടുത്തിരിക്കുന്ന മേഘ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്ന് CPM സംഭാവന വാങ്ങി എന്നുള്ളൊരു ആരോപണം എന്നല്ലേ ഷിബു ബേബി ജോൺ. അസംബന്ധങ്ങൾ പറയുന്നതിനോട് ഞങ്ങൾക്ക് ഞാൻ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ? അത് വാങ്ങിയെന്ന് പറഞ്ഞോ? പിന്നെ എവിടെ നിങ്ങൾ സംഭാവന വാങ്ങിയെന്നുള്ള കാര്യം പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, ഒന്നും പറയാനില്ലാതിരിക്കുമ്പോൾ തോന്നിയാസം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വേറെ ഇന്ന് ഇവർക്ക് ഒന്നും പറയാനില്ല. വേറെ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഒന്നും പറയാൻ കഴിയാതിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊന്നും പ്രതികരിക്കേണ്ടതായിരുന്ന കാര്യം തന്നെയില്ല. ഞങ്ങൾക്ക് ഫണ്ടൊക്കെ ഉണ്ട്. ഞങ്ങളെ ഫണ്ടെല്ലാം കൃത്യമായിട്ട് ഇങ്ങോട്ട് കണക്കപ്പെടാതെ പണിയൊന്നുമില്ല. കണക്കപ്പെടാതെ ഒരു പൈസയില്ല. എല്ലാം കണക്കപ്പെട്ട തന്നെയാണ്. വിളിച്ചോണ്ട് എത്ര പ്രാവശ്യം ചോദ്യം ചെയ്യും? എത്ര പ്രാവശ്യം ചോദ്യം ചെയ്യുക? ഇനി ഞങ്ങൾക്കതിൽ ഉൾക്കേണ്ടിയൊന്നുമില്ല. ഞങ്ങളെ പേടിപ്പിക്കാൻ നടക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു തെളിവുമില്ലാണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് അവിടെ രാവിലെ വിളിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് ഒരു 6 മണി 7 മണിയാകുമ്പോഴാണ് ഈ ആരംഭിക്കുന്നത് തന്നെ. എന്നിട്ട് രാവിലെ മുതലേ തുടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങളൊക്കെ വാർത്ത കൊടുക്കുകയും ചെയ്യാം. നിങ്ങളുടെയെല്ലാം പിന്തുണയോടുകൂടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന CPM-നെതിരായിട്ടുള്ള ശക്തിയായിട്ടുള്ള കടന്നാക്രമമാണ്. അതിനെല്ലാം അതിജീവിക്കാനുള്ള ശക്തിയായ പാർട്ടി സംഘടനാ സംവിധാനവും പാർട്ടിക്കുണ്ട്. കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെളിവും കിട്ടാതിരിക്കുമ്പോൾ എന്തെങ്കിലും തെളിവ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ആ തെളിവല്ല നിങ്ങളിങ്ങനെ തെളിവ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. തെളിവ് ഞങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെന്നുള്ളത് ശരിയല്ലേ? ആ അക്കൗണ്ടെല്ലാം പൂർണ്ണമായിട്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനും അതുപോലത്തെ ഇൻകം ടാക്സും കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ ഞങ്ങൾ കൃത്യമായിട്ട് കൊടുക്കും. അതിനൊന്നും ഞങ്ങൾക്ക് മുമ്പിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ആദ്യം കെജ്രിവാളെ ജയിലിൽ കിടക്കില്ലേ, പിന്നെ ഇവിടെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന പ്രശ്നം അതായത് മനസ്സിലായില്ലേ ഞങ്ങൾക്ക്? കെജ്രിവാളിനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുകയാണ്. എന്നിട്ടിപ്പോൾ ഇവിടെ വന്നിട്ട് CPM-ന്റെ നേതാക്കന്മാരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ എന്താ കാര്യം? ഇതാണ് പ്രതിപക്ഷ പ്രവർത്തകരോടും പ്രതിപക്ഷത്തോടും എടുക്കുന്ന BJP-യുടെ ഫാസിസ്റ്റ് രീതി. ഈ ഫാസിസത്തിന്റെ 1000 മടങ്ങാണ് സർവായുധങ്ങളോടുകൂടി ഭരണകൂടം ഈ രാജ്യത്ത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഫാസിസം വന്നാൽ ഹിന്ദുത്വം അതാ വരിക. ഹിന്ദുത്വം അജണ്ട എന്ന് പറഞ്ഞാൽ അതാ കാര്യം. സർവായുധങ്ങൾ ഉൾപ്പെടുത്തി മനുഷ്യന്മാരെ മുൾമുനയിൽ നിർത്തിയിട്ട് ഫാസിസം നടപ്പിലാക്കുക. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഫാസിസത്തിന്റെ ഭാഗമാണ്. അല്ലാണ്ട് ഈ പാർലമെന്ററി ഡെമോക്രസിയും ഈ ജനാധിപത്യ സംവിധാനവും ഈ ഭരണഘടനയൊന്നും എടുത്ത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഹിന്ദുത്വത്തിലേക്ക് പോകാൻ പറ്റില്ല. ഹിന്ദുത്വ പരിപാടി നടപ്പിലാക്കണമെങ്കിൽ അവർക്ക് ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള ഫാസിസ്റ്റ് രീതി കൈകാര്യം ചെയ്യണം. ജർമ്മൻ ഐഡിയോളജി അവർ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾക്ക് വളരെയേറെ താല്പര്യമുള്ളതാണ് എന്ന് പണ്ട് പറഞ്ഞിട്ടുള്ളത് ഗോൾപാർക്ക്. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ശരി. പാർട്ടി നടത്തിയ ഒരു അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ED-ക്ക് കിട്ടിയെന്നും അതുകൊണ്ടാണ് ഈ നേതാക്കളെ ചോദ്യം ചെയ്യാൻ സഹായമായതെന്നൊക്കെ കൊണ്ടൊരു വിവരം വരുന്നത്. അതല്ല അസംബന്ധി ഏത് പത്ര അല്ല എതിരാ റിപ്പോർട്ടർ ചാനൽ. നിങ്ങൾക്ക് ഇങ്ങനെ കുറെ വിവരങ്ങളുണ്ട്. പിന്നെ വെറുതെ ഇല്ലാതെ വിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്, ആവശ്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് ഒന്നും തന്നെ ഇല്ല. ചോർന്നിട്ടൊന്നുമില്ല. എങ്ങനെ ചോർന്നു പോരാ? നമ്മുടെ പാർട്ടിയില്ലേ? പാർട്ടിക്ക് ED വെറുതെ പറയുന്നല്ലേ? ED പറയുന്നല്ല ശരിയാ. ED ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ കളമല്ലേ? ഓരോ ദിവസവും ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് എന്താ? ED പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിൽ വെക്കുക. 6 മാസം കഴിയുക, 7 മാസം കഴിയുക. എന്നിട്ട് ED-യോട് സുപ്രീം കോടതി ചോദിക്കുക, അല്ലെങ്കിൽ കോടതി ചോദിക്കുക, ബന്ധപ്പെട്ട കോടതി ചോദിക്കുക, എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവൊന്നുമില്ല. പണം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്നാ വിട്ടോന്ന് പറഞ്ഞു. വിട്ടില്ലേ? ഇന്നും വിട്ടില്ല. അതൊന്നും വാർത്തയില്ല നിങ്ങൾക്ക് അല്ലേ? അപ്പൊ ED-നെ ഇങ്ങ് വിശ്വസിച്ച് കുത്തിയിരിക്കുന്ന കുറെ ആള് ഞങ്ങൾക്ക് ലെവലേശം ഗുണ്ടാ പിരിവ് നടത്താൻ നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് ED. ഒന്നും കൂടി വ്യക്തപ്പെടുത്താൻ വേണ്ടി പറയാം. ഗുണ്ടാ പിരിവ് എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക, എന്നിട്ട് BJP ഗുണഭോക്താവായിട്ട് ഫണ്ട് വാങ്ങുക, അതോടുകൂടി ഒരു ഭീഷണിയുമില്ല, കേസുമില്ല, എല്ലാം അവസാനിപ്പിക്കുക. BJP-യിലേക്ക് ചേരുക, അതോടുകൂടി കേസില്ലാതിരിക്കുക. ഇതിന്റെ എല്ലാം പേരെന്തെന്ന്? ഇതാ ED. അതുകൊണ്ട് ED-ക്ക് വേണ്ടി വാദിക്കണ്ട കേട്ടോ. റിപ്പോർട്ടർകാരൻ ED-ന്റെ വക്താവാകണ്ട. അതന്നെയാ പരിപാടി. വന്നില്ലേ? അത് പ്രസിദ്ധീകരിച്ചില്ലേ? ഞങ്ങളത് ശക്തിയിൽ ഉയർത്തിയിരുന്നു. ഇനിയത് അതിൽ ആശയപരമായിട്ട് കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞാൽ ഒലിച്ചു പോകുന്ന വോട്ടും ഇടതുപക്ഷ സ്വാധീനമല്ല കേരളത്തിലുള്ളത്. അങ്ങനെ നിങ്ങളെല്ലാം കൂടി ഈ പാർട്ടിയെ എപ്പോഴേ ഇല്ലാണ്ടാക്കുമായിരുന്നു ഇല്ലേ? ഈ മാധ്യമ ശൃംഖലകൾ മുഴുവൻ പാർട്ടിക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കടന്നാക്രമങ്ങളെല്ലാം ഉണ്ടായിട്ടും വരികൾക്കിടയിൽ വായിക്കാനും കാണുന്നതിന്റെ അപ്പുറം കാണാനുമുള്ള ശേഷിയുള്ള ഒരു ജനതയാണ് കേരളത്തിലുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഈ പാർട്ടിയും പ്രസ്ഥാനവും നിലനിൽക്കുന്നത്.
അല്ലാണ്ട് നിങ്ങളെ ചീട്ടിലൊന്നും നിങ്ങൾ എന്നെ ഇപ്പം കാണുന്നത് എന്തിനാ നിങ്ങൾ പാർട്ടിക്കെതിരായിട്ട് എന്തെങ്കിലും വാർത്ത കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കിയിട്ടില്ല. നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക അല്ല പാർട്ടി കൊടുക്കാൻ നിലപാട് ആര് നിലപാട് നിങ്ങളാ നിലപാട് അറിയുന്നത് എന്താ നിലപാട് കൊടുക്കണ്ടേ നിങ്ങൾ നിലപാട് കൊടുക്കുന്നുണ്ടോ? ഒരു നിലപാടും കൊടുക്കുന്നില്ല. നിങ്ങൾ ഞാൻ ഇത് പറയുന്നത് എന്താ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രയാസമില്ല എന്നുള്ള മാധ്യമങ്ങളെ പറ്റിയും മാധ്യമ മൂലധനത്തെ പറ്റിയും അതിന്റെ വർഗപരമായ ഉള്ളടക്കത്തെ പറ്റിയും നല്ല ധാരണയുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾ ആര് പറഞ്ഞാലും അതിന്റെ മൂലധന ശേഷി എങ്ങനെയാണെന്നും ആ മൂലധന ശേഷി ആർക്കും വേണ്ടിയിട്ടാണ് എന്നുള്ളതും അത് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും എത്രത്തോളം എതിരാണെന്നും കൃത്യമായിട്ട് ധാരണയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളതിൽ അതിൽ വിഷമിക്കൊന്നും വേണ്ട. എനിക്കറിയാം ഒരു സെന്റൻസ് നിങ്ങൾ കൊടുത്തില്ലെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. ആരെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ആരെങ്കിലും കൊടുക്കുകയോ കൊടുത്തില്ലയോ എന്നുള്ളതല്ല പ്രശ്നം. നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു സെന്റൻസ് നിങ്ങൾ ഒരു സെന്റൻസ് കൂടും നിങ്ങൾ കൊടുക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറയുന്നത്. അല്ല എനിക്ക് താല്പര്യം അതിലുള്ളതുകൊണ്ട് ശരി 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 അല്ല കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഒന്നുകിൽ കലാമൂല്യം വേണം, അല്ലെങ്കിൽ രാഷ്ട്രീയ മൂല്യം ഉള്ളടക്കം വേണം, അല്ലെങ്കിൽ സാഹിത്യമോ കലയോ എന്തെങ്കിലും അതിന്റെ ഭാഗമായിട്ട് വേണം. ഒന്നുമില്ലാത്ത BJP-കാരന്റെ പ്രചരണ ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിനിമയാണ്. അത് കേരള വിരുദ്ധമാണ്, അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്, അത് മുസ്ലിം വിരുദ്ധമാണ്. ഈ മൂന്ന് വിരുദ്ധതയെ ചേർത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ ഇമാതിരി ഒരു സിനിമ ഔദ്യോഗികമായിട്ട് ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്നു എന്നുള്ളത് ശുദ്ധമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. അല്ല കോൺഗ്രസ് അവസരവാദപരമായ നിലപാട് മാത്രമേ സ്വീകരിക്കുള്ളൂ. നമുക്കെല്ലാം അറിയുന്ന പോലെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാതെ എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയും അതിന് കത്തെഴുതി കൊടുക്കുകയും ചെയ്ത പാർട്ടിയാ കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇപ്പോഴും തിരുത്തിയില്ല എന്നാ അതിന്റെ അർത്ഥം. ഇപ്പോഴും തിരുത്തിയിട്ടില്ല. അതിലെ